അവിട്ടം ഒടുവിൽ 30 നാഴികയും ചതയവും പൂരുകിട്ടാതി 3/4 ഭാഗവും ചേരുന്നതാണ് കുംഭരാശി അല്ലെങ്കിൽ കുംഭക്കൂറ്. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുൻകാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ മാർക്ക് കുറവ് പരിഹരിക്കപ്പെടും. അതായത് വിദ്യാർത്ഥികൾക്കും ഉപരിപഠന വിദ്യാർത്ഥികൾക്കും അനുകൂല സന്ദർഭം കാഴ്ചവെക്കുന്ന ഒരു വിഷുവാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു താൽക്കാലിക ജോലിയും പിന്നീട് സ്ഥിരമാവാനുള്ള യോഗവും ഉണ്ട്. വിദേശത്തേക്ക് പലതവണയായി പരിശ്രമിച്ചിട്ട് പേപ്പറുകൾ ആകാത്തവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരവസരങ്ങൾ തുറന്നു വരുന്നു ഈ വർഷാവസാനത്തോടു കൂടി. ഈ വർഷാവസാനം എന്ന് പറഞ്ഞാൽ മലയാള വർഷം ആയിട്ട് പറയണം 2025 മാർച്ച് ഏപ്രിലോടുകൂടി വിദേശത്തേക്ക് ഗമിക്കാൻ അന്നരഞ്ജന്മ രാജ്യം വെടിഞ്ഞിടും ജാതകവിധി പ്രകാരം വിദേശയോഗമുണ്ട് എന്ന് കാണിക്കുന്നവർക്കും പരാജയപ്പെട്ട് പണവും മുടക്കി പല പ്രാവശ്യങ്ങൾ പോയി തിരിച്ചു വന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സന്ദർഭം തുറന്നു കിട്ടുന്നു വിദേശത്തേക്ക്. വിദേശം എന്ന് പറഞ്ഞാൽ എല്ലാം ഗൾഫ് രാജ്യങ്ങളും UK മാത്രമായിരിക്കണമെന്നില്ല. അവനവൻ ജനിച്ച സ്ഥലത്ത് നിന്ന് വിദേശത്തേക്കുള്ള യാത്രയും ജോലി സാധ്യതകളും തെളിഞ്ഞു വരുന്നു. ബിസിനസ്സുകാർക്ക് നിലവിലുള്ള ബിസിനസ്സുകൾ മങ്ങലായതുകൊണ്ട് പുതിയ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരും. അത് മെച്ചപ്പെടുകയും ചെയ്യും. കുടുംബസ്ഥരിൽ ശാന്തിയും സമാധാനവും ഒരു 5-6 മാസം കഴിയുന്ന മുറയ്ക്ക് തെളിഞ്ഞു വരും. ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം, നെയ്വിളക്ക്, ശിവങ്കൽ ജലധാര, വിഷ്ണുവെങ്കിൽ സഹസ്രനാമാർച്ചന മുതലായവ ചെയ്യുകയും ഭഗവതി ക്ഷേത്രത്തിങ്കൽ നടഗുരുതി, പട്ട് മുതലായവ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുകയും ഗണപതിക്ക് കർഗമാലയും കൊടുത്തു വരിക. കാഠിന്യങ്ങളെല്ലാം മാറി അടുത്തു വരുന്ന കുറച്ച് കാലഘട്ടങ്ങൾ സാമ്പത്തികപരവും തൊഴിൽപരവും ഭാഗ്യപരവും നിർമ്മാണപരവും മംഗളപരവും ആനന്ദകരവുമായ അടുത്ത വർഷങ്ങളൊക്കെ വരുന്നുണ്ട്. അതുവരെ ക്ഷമയോടെയും സഹനശക്തിയോടെയും സഹജീവികളോടും മേലധികാരികളോടും കുടുംബത്തിലോടും നൈർമല്യത്തോടും കൂടി പെരുമാറാനുള്ള ഒരു ശീലം ഈ വിഷുവിനുണ്ടാകും. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ആ സ്വഭാവ വൈശിഷ്ട്യം ക്ഷമ ജീവിതത്തിന് മുന്നോടിയായിട്ട് വരും. ഈ പ്രതിവിധികളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക.